ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഞാൻ ഇതേവരെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. രാവിലെ വന്നതാണ്, പക്ഷെ ഇതേവരെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടി ഞാനിങ്ങനെ സഹിച്ചിരിക്കുകയായിരുന്നു ഇതൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ മേടിച്ച സാധനം ഒരു മിനി തയ്യൽ മെഷീനാണ്. അപ്പൊ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ, അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു. എനിക്കിതുണ്ടായിരുന്നു ഒരു 2-3 വർഷത്തിന് മുന്നേ എനിക്കിതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജറും ഫുഡ് പെഡസ്റ്റൽ അങ്ങനെ കണ്ടുമാണ് പറയുന്നത്. അപ്പം ഇതാണ് സാധനം. അതെ, എൻ്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന അത്രയും. അപ്പോൾ ഇത് ഒരു അത്യാവശ്യമായിട്ടുള്ള സാധനം കേട്ടോ. എനിക്കിത് ഇതില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് 2 വർഷത്തിന് മുന്നേ എൻ്റെ കയ്യിലൊരെണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം 2 വർഷം ഞാൻ ഉപയോഗിച്ചിട്ട്. മുമ്പുണ്ടായിരുന്നു. ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു മെഷീനായിരുന്നു. ഞാൻ ഏതാണ്ട് ആ മെഷീൻ 10,000 രൂപയ്ക്ക് അകത്തായിരുന്നു അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു നമുക്ക് ഈ ഫ്ലിപ്കാർട്ടും അതൊന്നും അല്ലാതെ വേറൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, TV കൂടെ എന്തായിരുന്നു കേട്ടോ അത്, നാപ്റ്റോളിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അത് 900 സംതിങ് ഉള്ളായിരുന്നു അന്ന് റേറ്റ്. പക്ഷെ ഇതിനിപ്പം 1500 1000 മേലോട്ടുണ്ട്. ഇത് 1500 രൂപയുടെ. ഇതിനോട് അപ്പം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ. ഇതിലൊരു ബോർഡ് ഉണ്ടായിരുന്നല്ലോ. ബോർഡ് അപ്പൊ എനിക്ക് അന്ന് ഇത് കിട്ടിയില്ല. അപ്പം ഇതുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ഇത് നമുക്ക് നല്ലതുപോലെ ഇതിങ്ങനെ വെച്ച് അതിൻ്റെ കാലൊക്കെ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനകത്തോട്ട് തുണി ഇട്ടിട്ട് നമുക്ക് തയ്ക്കാൻ കേട്ടോ. കാര്യം ഇത് ചെറുതല്ലേ, അപ്പോൾ ഇതുകൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുട്ടികളും ഒക്കെ ഉള്ളവർക്ക് ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇവിടാണെങ്കിൽ കീറ്റലിൻ്റെ പുറത്ത് കീറ്റലാണ് തുണികൾ തയ്ച്ച് കൈത്തുന്നൽ തയ്ച്ച് എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ സാധനം മേടിച്ചത്. ഇത് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ കാണിക്കട്ടെ. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അതൊക്കെ ഇനി നമ്മളിത് വർക്ക് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പം ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം, ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഓക്കെ, ബൈ.